മീഞ്ചന്ത ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി മുസാഫിറിന്റെ റോഡ് ഷോ ആണ് നടക്കുന്നത്. കലാശക്കൊട്ടിന്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ മന്ത്രി PM മുഹമ്മദ് റിയാസ് ചേരുന്നുണ്ട്. എന്താണ് വോട്ടർമാരോട് ഈ അവസാന നിമിഷത്തിൽ പറയാനുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് പൊതുവെ കാണാൻ സാധിക്കുന്നത്. തുടക്കം മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ LDF സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ പെൻഷൻ നൽകി, പെൻഷൻ തുക വർദ്ധിപ്പിച്ചു, മറ്റൊട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമാണ്. പിന്നെ വികസന പ്രവർത്തനം, ഒട്ടേറെ വികസന പ്രവർത്തനം കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ നടന്നു. അത് പൊതുവെ സർക്കാരിന് അനുകൂലമാണ്. ഇപ്പോൾ 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കിഫ്ബിയിലൂടെ മാത്രം നടന്നത്. ഇതൊരു 30 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട, ഒരു 30 കൊല്ലം നിങ്ങളോട് പറഞ്ഞാൽ മാത്രം പോരെ, ഇതൊക്കെ ഇലയൊക്കെ നോക്കണം. 30 കൊല്ലം അപ്പുറത്തേക്ക് നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. അപ്പം നമ്മളിത് ആരംഭിച്ച നമ്മൾ ഒരു 30 കൊല്ലം അപ്പുറത്തേക്കുള്ള വികസനമാണ്. ഇപ്പോൾ നമ്മളിവിടെ വരുന്ന ഈ പര്യടനം ആരംഭിച്ച അവിടെ ഒരു പാലം ഭൂമി ഏറ്റെടുക്കലൊക്കെ കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിക്കാൻ പോകും. മീഞ്ചന്ത പാലം, അരീക്കാട്, വട്ടക്കിണർ, മീഞ്ചന്ത. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയാണ്, ക്ഷേമപ്രവർത്തനം അനുഭവിക്കുകയാണ്. പാലത്തിന്റെ എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും അല്ലേ? പാലം പ്രവൃത്തി ആരംഭിക്കാൻ പോകില്ലേ, ഭൂമി ഏറ്റെടുക്കൽ അന്തിമ ഘട്ടത്തിൽ. അപ്പോൾ അതൊക്കെ ഒരു പൊതു ട്രെൻഡാണ്. ജനങ്ങൾ വളരെ സംതൃപ്തരാണ്. ജനങ്ങൾക്ക് ഈ അനാവശ്യമായ വിവാദങ്ങളോ മറ്റൊന്നും അല്ല പ്രശ്നം. തെരഞ്ഞെടുപ്പിൽ സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഒരു സർക്കാരിൻ്റെ ഭരണത്തിൽ, ഒരു കോർപ്പറേഷൻ്റെ ഭരണത്തിൽ ഉണ്ടാവുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇടപെടുന്നത്. അത് പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. വിവാദങ്ങൾ പ്രധാനമായും ഈ ജമാഅത്ത് ഇസ്ലാമി വിവാദമൊക്കെ പറഞ്ഞിരുന്നില്ല, UDFനൊക്കെ അത് വലിയ തിരിച്ചടിയാവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ല, അത് അത്തരം മതനിരപേക്ഷ മനസ്സുള്ളവരാണ് ജനങ്ങൾ. ഒരു മത സാഹോദര്യമൊക്കെ കാത്തു സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരംഗീകരിക്കുന്നതല്ല ഇത്തരം ബാന്ധവങ്ങൾ. UDFനോടൊപ്പം നിന്നിരുന്ന പരമ്പരാഗത വോട്ടർമാരുൾപ്പെടെ ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. അവർ ഇതിനെതിരാണ്. പൊതുവെ ത്രിതല പഞ്ചായത്തുകൾ നമ്മൾ പക്കാ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് കുറവാണ്. അത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്കുമാണ് പൊതുവെ മുൻതൂക്കം അല്ലേ? അങ്ങനെ തന്നെയല്ലേ വരാറുള്ളത് ത്രിതല പഞ്ചായത്തുകൾ? അല്ല, ഇതിലൊന്ന്, ത്രിതല പഞ്ചായത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. സ്ഥാനാർത്ഥി ഒരു ഘടകമാണ്, പ്രാദേശിക വിഷയങ്ങളൊരു ഘടകമാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണം, ജനക്ഷേമ പ്രവർത്തനം, സംസ്ഥാന ദേശീയ രാഷ്ട്രീയം, ഇതൊക്കെ ചർച്ച ചെയ്യും. എല്ലാ കാര്യവും കേരളത്തിലെ ജനങ്ങളെല്ലാം ചർച്ച ചെയ്ത് വോട്ട് ചെയ്യുന്നവരാണ്. ഏതായാലും എല്ലാ വിഷയങ്ങളും പൊതുവെ രാഷ്ട്രീയം, കൃത്യമായി തന്നെ രാഷ്ട്രീയ ചർച്ചകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളും ചർച്ചയാവുന്നതിനൊപ്പം തന്നെ കൃത്യമായ രാഷ്ട്രീയം, അതായത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു നിലപാടും ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിട്ടുള്ളത്.